ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എനിക്കൊരു കല്ല് കിട്ടിയിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു അവക്കാഡോയുടെ ഒരു ഷെയ്ഡിലാണ് ഞാൻ കളർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഏതൊക്കെ കളർ ചെയ്ത ഈ കളർ കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഞാൻ നോക്കുന്നിടത്ത് ഫാബ്രിക് പെയിൻറ്റ് ഗ്രീൻ ഇരിപ്പുണ്ടെന്ന്, പിന്നെ അതെടുക്കാം വിചാരിച്ചു. മറ്റത് എന്തായാലും പാടായിരിക്കും മൊത്തത്തിൽ അടിച്ചെടുക്കുക, അതുകൊണ്ട് ഫാബ്രിക് പെയിൻ്റാണ് എടുത്തത്. അപ്പം നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തെടുക്കണം മൊത്തത്തിൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടയ്ക്കൊന്നും നോക്കുന്നില്ല, അതാണ് മൊത്തം വൈറ്റായിട്ട് കാണുന്നത്. ഐ ആം റിയലി സോറി ഗൈസ്. എന്നിട്ട് ഞാൻ പാതി വെച്ച് കാണിക്കുന്നുണ്ടേ മൊത്തം, കണ്ടോ? അപ്പോൾ ഇത് കണക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം നമുക്ക്. അതേ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കല്ലിൻ്റെ ആ ഒരു ഷെയ്ഡ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം. ഒരു ഷെയ്ഡ് മൊത്തവും പോയതിന് ശേഷം എന്താ പറയുക, പെയിൻറ്റ് ചെയ്തെടുക്കുക. നമുക്കൊരു ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഒരേ ഒരു ഉള്ളൂ, അതാണ് ക്ഷമ ഗൈസ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷമ വേണം. എനിക്ക് ക്ഷമയില്ലാതെ ഞാൻ ഇടയ്ക്ക് വെച്ച് എന്തൊക്കെയോ ചെയ്ത് കോളമായി പോയെന്ന് ചെയ്യണം. പിന്നെ ഞാനത് സെറ്റിൽ ചെയ്ത് എടുത്തു ഗൈസ്. അപ്പോൾ ഇനി നമുക്കത് മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് പിന്നെ എനിക്ക് ഞാൻ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ഇട്ട വീഡിയോയ്ക്കൊന്നും ഒരു വ്യൂവേഴ്സും പോലും ഇല്ല, സീറോ. ചിലതിനൊക്കെ 0 വ്യൂവേഴ്സാണുള്ളത്. അതുകൊണ്ട് മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എനിക്കിങ്ങനത്തെ വീഡിയോകളൊക്കെ എടുത്ത് ഇനിയും പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഞാനിങ്ങനെ റോട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നാണ് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ഗ്രീൻ അടിച്ച് തീർത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിംഗ് പ്ലേറ്റ് എടുക്കുക. അതിലോട്ട് നമ്മൾ ഫാബ്രിക് ഗ്രീൻ ഡാർക്ക് ആണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മൾ അടിക്കേണ്ട ഉറപ്പായിട്ട് ഡാർക്കായിരിക്കണം. പിന്നെ എന്താ ചെയ്യുക, ഈ ഡാർക്കും പിന്നെ വൈറ്റും കൂടെ മിക്സ് ചെയ്തതൊന്ന് ലൈറ്റാക്കി എടുക്കണം. ഞാൻ എടുത്ത വൈറ്റിൽ ചെറുതായിട്ട് ബ്ലാക്ക് മിക്സ് ആയതുകൊണ്ട് അത് ഞാൻ കഴുകിക്കളയുവാണ് ഗൈസ്. കഴുകിക്കളയാം, പക്ഷെ അത് പിന്നും ഗ്രേ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ എടുത്ത വെള്ളത്തിൽ മൊത്തത്തിൽ പച്ച മിക്സായിപ്പോയി. അപ്പോൾ അതാണ് ഇടയ്ക്ക് പച്ച കളർ വരുന്നത്. എന്തായാലും ഞാൻ വൈറ്റ് കളറ് ഏകദേശമൊക്കെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ മാറ്റി വെച്ച കല്ലെടുത്ത് നമുക്ക് ഒരു സർക്കിൾ പോലെ വരച്ചെടുക്കുക. ഇവിടെ ക്ഷമയായിരിക്കണം സർക്കിൾ വരയ്ക്കുമ്പോൾ. അതെനിക്ക് കിട്ടിയില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ വേഗം കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കളർ ചെയ്തെടുത്തു. ഇനി ഞാൻ എന്താ പറയുക, ഇത് നല്ലോണം ഒന്ന് ആ ഡാർക്ക് കാണാത്ത രീതിയിൽ കളർ ചെയ്യുവാണ്. പിന്നെ ഇത് ഉണങ്ങണം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, വഴിയേ വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബ്ലാക്ക് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ കണ്ണ് വരച്ചെടുക്കണം. കണ്ണ് വരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ക്യൂട്ടായിട്ട് വരച്ചെടുക്കാൻ ശ്രമിക്കുക. ഞാൻ ക്യൂട്ടായിട്ടാണ് വരച്ചത്. ഫസ്റ്റ് കണ്ണ് നല്ല ക്യൂട്ടായിട്ട് വരച്ചു ഗൈസ്. എന്നിട്ട് എനിക്ക് പാളിച്ച പറ്റിയത് ഈ കണ്ണിൻ്റെ മുകളത്ത് ഇതുണ്ടല്ലോ, മറ്റേ ഐബ്രോസ് അല്ലേ? ആണെന്ന് തോന്നുന്നു. അത് വരച്ചപ്പോൾ തെറ്റിപ്പോയി. ആ ചെറിയ കൂടെ കനം കുറഞ്ഞ ബ്രഷ് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ ഞാൻ അടിച്ച ലൈറ്റ് പച്ച എടുത്ത് മൊത്തത്തിലങ്ങ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തടിച്ചു കൊടുത്തു ഗൈസ്. നിങ്ങൾക്ക് ഞാൻ ഇപ്പം ആദ്യം കാണിച്ച രീതിയിൽ ചെയ്യുക, തെറ്റിപ്പോയാൽ ഇങ്ങനെ ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പോൾ അതാ ഞാൻ പെയിൻ്റ് അടിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ സെറ്റ് ചെയ്തെടുത്തു ഗൈസ്. ഇനി ഇത് ഉണങ്ങാൻ 1 മണിക്കൂറെങ്കിലും എടുക്കും എന്തായാലും. ഇത്തിരിയൊക്കെ ഉണങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ണും വായും ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തു. എനിക്ക് പറ്റുന്ന കണക്കൊക്കെ ഇട്ട് കൊടുത്തു. ഞാൻ ഐബ്രോസ് വരച്ചില്ല ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്കതിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് മഞ്ഞയും ഒരു ലൈറ്റ് പച്ചയും മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു മാംഗോ യെല്ലോ പോലത്തെ കിട്ടും. അപ്പം മാംഗോ യെല്ലോ അല്ല, ഇത് കൂടെ ഉള്ള യെല്ലോ കിട്ടും. അപ്പോൾ ആ യെല്ലോ കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചെടുക്കുക.
നല്ല ഡാർക്കായി വരയ്ക്കാൻ ശ്രമിക്കുക ഗൈസ്. ഞാൻ വരച്ചപ്പോൾ ഇത്തിരി ആ പച്ച കൂടി പോയോണ്ടാണ്, ഇച്ചിരി പച്ചയായിപ്പോയി, കുഴപ്പമില്ല. എന്നിട്ട് നമ്മളത് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് കൊടുത്താലും മതിയാവും. അതാകുമ്പോൾ കുറേ പെയിൻറ്റ് ഇരിക്കുമ്പോഴേ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മുടെ ഡെസ്ക് മേക്കർ പോലെയൊക്കെ ഇരിക്കും. അപ്പം അത് കണക്കൊക്കെ കളർ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബ്ലാക്ക് ഉണ്ടല്ലോ, ബ്ലാക്ക് എടുത്ത് ഔട്ട്ലൈൻ വരച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ ആ ബ്രഷ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രഷ് കിട്ടിയുള്ളൂ, എൻ്റെ ബ്രഷ് ഒന്നും കാണില്ല. ഇനി നമുക്ക് ബ്ലാക്ക് എടുത്ത് ഔട്ട്ലൈൻ വരച്ചെടുക്കണം. കണ്ടോ, നല്ല സൂക്ഷിച്ച് വരയ്ക്കണം, ഇല്ലെങ്കിൽ യെല്ലോയും ഈ ഒരു ബ്ലാക്കുമായിട്ട് മിക്സ് ആയിപ്പോൾ. നിങ്ങൾ യെല്ലോ നല്ലോണം ഉണങ്ങിയിട്ട് മാക്സിമം ഔട്ട്ലൈൻ വരച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മളെ കുഞ്ഞി അവക്കാഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അവക്കാഡോ നമുക്ക് പുട്ട വേണോ, നമ്മൾ വീട്ടിലെ പുട്ട വേണോ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഇതാണെങ്കിൽ നല്ല ഈ ക്യൂട്ട് കല്ലൂടെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഇങ്ങനത്തെ കല്ലൊക്കെ കിട്ടുകയാണെങ്കിൽ എടുത്ത് വെച്ചു ഇത് കണക്കത്തെ വർക്കൊക്കെ ചെയ്യാം. അപ്പം എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ, അപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ കല്ലൊക്കെ കിട്ടുമ്പോൾ ഓരോ ആർട്ട് വർക്കുകൾ നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം എന്തായാലും കുറച്ചൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ബായ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്നും മറക്കല്ലേ.